കർത്താവിൽ അനുഗ്രഹീതരെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തുമ്പോൺ ഭദ്രാസനത്തിൽ നടന്ന മർത്തമറിയം സമാജത്തിൻ്റെ ലീഡേഴ്സ് കോൺഫറൻസിൽ ഞാൻ നടത്തിയ ഒരു പരാമർശം അനേക ആളുകൾ കാണുകയും ചർച്ച ചെയ്യുകയും സന്ദേശങ്ങൾ നേരിട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞ് 1 വർഷമാകുമ്പോൾ മുതൽ നമ്മുടെ ദേവാലയത്തിൽ അവർ വരുമ്പോൾ നമ്മുടെ ആളുകൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് തുടങ്ങുന്നു. അതിൽ തന്നെ ചില ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ താമസിക്കുമ്പോൾ വളരെ രൂക്ഷമായ ചോദ്യങ്ങൾ അവർ നേരിടേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് അവർ പള്ളിയിൽ പോകുന്നത് നിർത്തി എന്നുള്ളതാണ്. അന്ന് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം എന്നാണ്. എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം മറ്റു പല കാര്യങ്ങളും കൂടെ അതിനകത്ത് ചേർക്കുവാനായിട്ടുണ്ട് എന്ന് ആളുകളുടെ സന്ദേശത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിൽ പ്രധാനം, പഠനം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ നിൽക്കുന്നവർ, എന്തിനാണ് നാട്ടിൽ നിൽക്കുന്നത്, വിദേശത്തേക്ക് പോകരുതോ എന്ന് ചോദിക്കുന്നവർ, അവരുടെ മാതാപിതാക്കളോട്, പ്രത്യേകിച്ചും വിവാഹം പ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കുവാൻ സാധിക്കാത്ത കുട്ടികളുടെ മാതാപിതാക്കളോട്, അവരുടെ ജീവിത ശൈലിയോട് ഒക്കെ വല്ലാത്ത ചോദ്യങ്ങൾ നമ്മുടെ പള്ളി അന്തരീക്ഷങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അനേകർക്ക് പ്രയാസമുണ്ടാക്കുന്നു. ചിലർ പള്ളിയിൽ പോകുന്നത് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരോടും കൂടെ ഒരിക്കൽ കൂടെ പറയുവാനായിട്ടുള്ളത്, നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ സംഭാഷണങ്ങളും, പ്രത്യേകിച്ചും നമ്മുടെ പള്ളിയിലുള്ള എല്ലാ സംഭാഷണങ്ങളും സ്നേഹം പങ്കുവെക്കുന്നതാകട്ടെ, കരുതലിൻ്റെ പ്രതിസ്പന്ദനമാകട്ടെ, ചേർത്ത് നിർത്തുന്നതിൻ്റെ അനുഭവങ്ങളാകട്ടെ. അത്തരത്തിൽ നമ്മുടെ പള്ളി അന്തരീക്ഷത്തെ മാറ്റുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരിക്കൽ കൂടി ഞാനത് ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷേ ഒരാളുടെ ഹൃദയത്തെ ഭേദിക്കുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുവാൻ കഴിവതും നാം ശ്രമിക്കണം എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കട്ടെ.